തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ NDA സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ വർഷം ചേവരമ്പലം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് സരിത പറയേരിയുടെ ഇത്തവണത്തെ പോരാട്ടം. 5 വർഷം കൊണ്ട് വാർഡിൽ ഒട്ടേറെ പദ്ധതികൾ പൂർത്തിയാക്കിയാണ് സരിത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. ഇനിയും നടപ്പിലാക്കാൻ ഒട്ടേറെ പദ്ധതികൾ ഉണ്ടെന്നും സരിത പറയുന്നു. കോഴിക്കോട് നിന്നും രമ്യ ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോഴിക്കോട് കോർപ്പറേഷനിലും വാശിയേറിയ പോരാട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തവണ ചേവരമ്പലം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സരിത പറയേരി ഇത്തവണയും വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത്. ഇത്തവണ നമ്മോടൊപ്പമുള്ളത് സരിത പറയേരിയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ട് എങ്ങനെയാണ് പ്രചരണമൊക്കെ തുടങ്ങുന്നത്? പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വാർഡിലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി ഇത്തവണ ഉണ്ടല്ലേ? തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയും കൂടെയുള്ള ആളുകളും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നേരത്തെ രാവിലെ തന്നെ ഇറങ്ങുമോ എല്ലാ ഇതിലും പ്രചരണത്തിനായിട്ട്? പ്രചരണം ഇന്നലെയാണ് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി. ഇന്നാണ് പ്രചരണമായിട്ട് വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഇത്തവണ പുതിയ എന്തെങ്കിലും ആശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം കഴിഞ്ഞ തവണ ഓൾറെഡി മത്സരിച്ചു വിജയിച്ചു തെരഞ്ഞെടുത്തു ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ കൂടുതൽ എന്തൊക്കെയാണ് ഇവരോട് പറയാനുള്ളത് ഇത്തരത്തിൽ? കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് വീടുകളിൽ കയറുന്ന സമയത്ത് എല്ലാവരുടെയും ഒരാവശ്യം ഈ വാർഡിൽ ഒരു ഹെൽത്ത് സെൻറ്റർ, അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ നമുക്ക് കണ്ണാടിക്കൽ ഇവിടുന്ന് കിലോമീറ്ററുകൾ ദൂരത്ത് പോകണം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സാമ്പത്തിക ചിലവാണ്. അവിടെ ബസ് റൂട്ടില്ല, അപ്പോൾ ഓട്ടോ വിളിച്ച് പോകണം. അവിടെ പോയി ഇവിടെ വരണമെങ്കിൽ ഏകദേശം 500 രൂപയുടെ അടുത്താവും കണ്ണാടിക്കൽ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് വരണമെങ്കിൽ. അപ്പം അത് ഇവിടെ ഒരു പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഈ വാർഡിലേക്ക്, കോഴിക്കോട് കോർപ്പറേഷനിൽ 24 എണ്ണാണുള്ളത്, അത് ഒരെണ്ണം ചേവരമ്പലം വാർഡിലേക്ക് കൊണ്ടുവന്നു. അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ, അതേപോലെ ഒരു ടേക്ക് ആൻഡ് ബ്രേക്കിൻ്റെ ഒരു മലാപ്പറമ്പ് ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇപ്പം അടുത്താണ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതേപോലെയുള്ള ആവശ്യമുള്ള ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഈ കോർപ്പറേഷനിലെ മികച്ച വിജയം തന്നെയാണ് BJPക്ക് ഉള്ളത്. കഴിഞ്ഞ തവണ ഏകദേശം ഒരു 22ഓളം വാർഡുകളിൽ 2ാം സ്ഥാനത്തും അതുപോലെ 7 കൗൺസിലേഴ്സിന് ഒക്കെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തവണ ഒരു മത്സരം? അതായത് ഭരണം പിടിക്കണം തന്നെയാണ്. എങ്ങനെയായിരിക്കാം ഒരു മത്സരം പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനം പിടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ മേയർ പിടിക്കും എന്ന് തന്നെയാണ്, കോർപ്പറേഷൻ്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കും, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് ജനങ്ങളെ കാണുന്നത്. എന്ത് തന്നെയായാലും കഴിഞ്ഞ തവണത്തെ ഒരു മത്സരിച്ച് അതുപോലെ തന്നെ ഈ ഒരു വാർഡിൽ പുതിയതാവില്ല, കാരണം എല്ലാവരെയും അറിയായിരിക്കും. എങ്ങനെയാണ് ഇത്തരത്തിലിപ്പോൾ ഈ വീടുകളൊക്കെ കയറി ഒരു പ്രചരണം നടത്തുമ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം വീടുകളിൽ പോകുന്ന സമയത്ത് സ്ഥാനാർത്ഥിയാണ് പരിചയപ്പെട്ടു, പിന്നെ വോട്ട് ചെയ്യണം അത് പറഞ്ഞ് എനിക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഒരു വീട്ടിൽ വോട്ട് ചോദിച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല. കുറച്ച് സമയം അവരോട് കൂടുതൽ അവരായിട്ട് അടുത്ത ബന്ധമുള്ളത് കാരണം അവർ വിശേഷങ്ങൾ തിരക്കും. അങ്ങനെ കുറച്ച് സമയം ആ വീടുകളിൽ ചെലവഴിക്കേണ്ടി വരികയാണ്. പിന്നെ നമുക്കറിയാലോ ഇനി ദിവസങ്ങൾ കുറവാണ്, അപ്പം ഒരു ഓട്ടമാണ്. പക്ഷേ ആ ഓടാൻ പറ്റുന്നില്ല, കൂടുതൽ സമയം ഓരോ വീടുകളിലും ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് സരിതയുള്ളത്. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. കാരണം വാർഡുകളിലൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടുകാർക്കും ഒന്നും പുതിയതല്ല സ്ഥാനാർത്ഥി. കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചതാണ്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ ചെയ്യാനുള്ള ഇത്തവണയും ചെയ്യാൻ കഴിയട്ടെ. കാരണം കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വിജയാശംസകൾ നേരുന്നു.